സഖാവ് ശ്രീ പിണറായി വിജയനെ കിടന്ന് കുറ്റം പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഉം. എന്തുകൊണ്ട് അവർ നേരത്തെ പറയാത്തത്? ഈ ഇലക്ഷൻ വന്ന് തോറ്റപ്പോഴാണോ പറയേണ്ടത്? പണ്ടിങ്ങനെ ചെയ്തു, അതെ അതെ അതൊക്കെ കണ്ണൂരുകാരല്ല തിരുവനന്തപുരംകാർ പറഞ്ഞാലും അത് തെറ്റാന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം പറയണമെങ്കിൽ അപ്പോൾ പറയണം, ചെയ്ത് തെറ്റ് നടന്ന തീർച്ചയായും. സമയത്ത് പറയണം. അന്ന് ഭരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ട്. ഇപ്പം ഭരണം പോയി, എന്തൊക്കെയോ ഇനി നമുക്ക് കിട്ടാതെ പോകും. ഉം. അങ്ങനെയൊക്കെ സാധാരണക്കാർ എന്നോട്, ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 5ഓ 6ഓ ഫംഗ്ഷന് പോയപ്പോൾ, എന്നാലും പിന്നെ ഒന്ന് ഇലക്ഷന് തോറ്റപ്പോൾ പിന്നെ മുഖ്യമന്ത്രി മാത്രമായോ കുറ്റക്കാരൻ ഉം. എന്ന് ചോദിക്കുന്ന എത്രയോ പേരുണ്ട്. അതെ അവർക്ക് അതെ. പാർട്ടിയെ പറ്റി ഒന്നും ഉം. അറിയില്ല. ആ കൂട്ടത്തിലാണ് ഞാനും. ഞാനങ്ങനെ സജീവമായിട്ട് ഈ പാർട്ടി എന്താണെന്ന് പഠിക്കാൻ നിന്നിട്ടുള്ള ആളൊന്നുമല്ല. അതൊക്കെ ഉം. കൂടുതലും എൻ്റെ അച്ഛനമ്മമാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഇന്നലെ വരെ ഇല്ലാത്ത കുറ്റം. ഉം. അയ്യോ, മുൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിനെ മരുമോനെ മന്ത്രിയാക്കി. ഉം. എന്തേ ഇപ്പോഴില്ലേ? അതെ അതെ. ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ, അതെ. അല്ലേ? ഭർത്താവ് എം പി, അതെ അതെ ഭാര്യ അതെ മന്ത്രി. അതെ അതെ അതെ. ഇതിനു മുമ്പ് നടന്നിട്ടില്ലേ? ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് എല്ലാ പാർട്ടിയിലും. പാർട്ടിയിലും. അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊന്നും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടല്ല. അവരൊരു സജഷൻ പറയും, പാർട്ടി ഒപ്പം നിൽക്കുകയാണ്. ഇവരെല്ലാവരും പാർട്ടിയിലൂടെ വളർന്നവരാണല്ലോ, അതെ അല്ല അതെ. നമ്മളെപ്പോലെ ചുമ്മാ എന്നിട്ട് നിങ്ങൾ കൊള്ളാൻ കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരല്ല. അവരെല്ലാവരും തന്നെ വർഷങ്ങളായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും ഒരുപക്ഷെ ആ കാര്യത്തിൽ പാരമ്പര്യം വെച്ച് പറയാനായിട്ട് കുറവ് ബി ജെ പിക്കാർ. കാരണം അവരിപ്പോൾ പുതിയതായിട്ട് വന്നേ ഉള്ളൂ. വന്നൊരു അതെ അതെ പാർട്ടിയാണ്. അതെ.